തരണേ അല്ലാഹ്. കൊറോണയുടെ അതിപ്രസരമുണ്ടായി പരിശുദ്ധമായ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദുകളും എല്ലാം പള്ളികളിൽ പോലും ചെല്ലാത്തൊരു സമയമുണ്ടായി, ഒരു സാഹചര്യമുണ്ടായി. പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കേണ്ടത് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു കൊറോണ കഴിഞ്ഞാൽ എല്ലാവരും നന്നാവെന്ന് പറഞ്ഞാൽ കുറെ ബോധമുള്ളവരായി മാറും. കല്യാണത്തിന്റെ പേരിലായാലും മറ്റ് എന്തിന്റെ പേരിലായാലും കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ടല്ലോ, തോന്നിവാസങ്ങൾ, അനാവശ്യങ്ങൾ, അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്തത്, അള്ളാഹ് ഒരു നിലക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് ഇന്ന് എന്നത് എന്ന് എണ്ണി പറയാനില്ല. ഒരുപാട് കല്യാണത്തിന്റെ ഭാഗമായി കാട്ടിക്കൂട്ടുന്ന എത്ര ഹറാമുകളാണ് ഒരു കല്യാണത്തിന്റെ സദസ്സിൽ നടക്കുന്നത്. യാതൊരു ലജ്ജയുമില്ലാതെ പെൺകുട്ടികൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മാന്യമായി ഒരു കല്യാണം കഴിഞ്ഞു പോകേണ്ടതെന്നെല്ലാം പരസ്യമാണ്. എന്നോട് ഇന്നൊരു മെലിഞ്ഞാതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ ഷോപ്പിൽ വന്നു രണ്ടാളുകൾ, ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ അല്ല, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, മിഠായി കൊടുത്തിട്ടേ ഉള്ളൂ. മിഠായി കൊടുത്തിട്ട് എന്താ പരിപാടി? ബൈക്കിലൂടെ യാത്ര ചെയ്യാ, കാറിൽ ഇവര് ചുറ്റിയ. നിക്കാഹ് കഴിഞ്ഞാല് ഇത് അനുവദനീയമാകുമോ? നിക്കാഹ് കഴിയാതെ ഒരു പെണ്ണും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമോ? അഊദുബില്ലാഹ്. എങ്ങനെയാണ് ഇത് അനുവദിക്കപ്പെടുക? ഇതിലൊന്നും ഉപ്പമാർക്ക് യാതൊരു പ്രശ്നമില്ല. ഉമ്മാനോട് ചോദിക്കുമ്പോ ഉമ്മ പറയുകയാണ്, എന്റെ മോള് അതേ മിഠായി കൊടുത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോയിരിക്കുകയാണ്, അതിന് ഉമ്മ സമ്മതം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണയുടെ ഭാഗമായി നമ്മളെല്ലാവരും നന്നാകുമെന്ന് വിചാരിച്ചു. കൊറോണ കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ പേടിയുണ്ടാകും. എവിടെ? കൊറോണ കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് ആളുകളുടെ മനസ്ഥിതി മാറി, ചിന്താഗതി മാറി. അതൊന്നും പ്രശ്നമില്ല, ഇനി അതൊന്നും വരൂല എന്നാണ് ചിന്തിക്കുന്നത്. ഉണ്ടായത് ഉണ്ടാക്കാനാണ് അള്ളാഹ്ക്ക് വലിയ പണി. ഇല്ലാത്തത് ഉണ്ടായില്ലേ? ഇല്ലാത്തതല്ലേ കൊറോണ? എത്ര ആളുകളാ മരിച്ചത്? ഓരോ ദിവസവും മരണത്തിന്റെ എണ്ണസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം പോലീസുകാർ നിയമം കൊണ്ടുവന്നു, രാജ്യത്ത് നിയമം കൊണ്ടുവന്നു, ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ പോലീസുകാരൻ പിടിച്ച് ജയിലുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരാള് കാലക്കേടിനെ ഗൾഫിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയതാ. അയാളെ കൊണ്ടുപോയൊരു കോല നിങ്ങൾ കണ്ടില്ലേ? ജല്ലജലാലായ തമ്പുരാനെ, അയാള് കാലക്കേടിന് ഗൾഫിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയതാ. അപ്പോഴാണ് അറിഞ്ഞത് കൊറോണന്റെ കാരണമായിട്ട് പോലീസുകാർ ചുറ്റുണ്ട്. പിന്നെ ഇയാളെ പിന്നിലാണ് വെളുത്ത ഡ്രസ് ഇട്ട കുറെ ആളുകൾ ഇങ്ങനെ ഓടുകയാണ്. ഓടി ഇയാൾ അവസാനം ഒരു വലിയ ഓവുചാലില് വീണ് അവിടുന്ന് എടുത്ത് പൊക്കിക്കൊണ്ടുപോയി. അപ്പൊ വിചാരിച്ച് ഗൾഫിൽ നിന്ന് ഒരാള് നാട്ടിലേക്ക് പോകാൻ പാടില്ല, ഇപ്പൊ നാട്ടിൽ പോയാൽ നിങ്ങൾ കാലക്കേടാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അത് വെറുതെ പറയുകയല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, കാലം ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കഴിയും തോറും പഴയതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അള്ളാഹുവിലുള്ള എല്ലാ ചിന്തയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം. നമ്മളിതൊന്നും പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? ഇങ്ങനെയുള്ളൊരു സദസ്സ് കിട്ടിയിട്ടല്ലാതെ പിന്നെ ഇത് എവിടെ പറയാനാണ്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം, പെൺമക്കൾ ശ്രദ്ധിക്കണം. SSLC-ക്കും +1-നും +2-നും ഒക്കെ പഠിക്കുന്ന, ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കളിക്കരുത്, അത് തീക്കളിയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സമയത്താണ് മദനീയം തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, വീടുകളിൽ നിന്ന് എല്ലാവരും ഹദ്ദാദ് ചൊല്ലാൻ തുടങ്ങി. സിനിമയും സീരിയലും ഒക്കെ ഒഴിവായി. അങ്ങനെ മദനീയത്തിൽ എല്ലാവരും പങ്കെടുത്തു. രാത്രി ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം സീരിയൽ കണ്ടില്ല എങ്കിൽ ഉറക്കം വരാത്ത ഉമ്മമാര് ഇപ്പൊ ദിക്റും ഹദ്ദാദും ചൊല്ലിയാൽ ഉറക്കം വരൂല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു ദഅവത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഭാഗമായ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അള്ളാഹു നമുക്ക് അവസരം തന്നു. 150ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. ആ
അഹ്ലു ബൈത്തിലെ പാവപ്പെട്ടവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ മക്കളായ അഹ്ലു ബൈത്ത്, അവര് പാവപ്പെട്ടവരുണ്ട് കുറെ ആളുകൾ, അവർക്ക് സക്കാത്ത് കൊടുക്കലേ പാടില്ല എന്ന കാരണത്താൽ അവരാരെയും പരിഗണിക്കാറില്ല. സക്കാത്ത് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോ അവർക്ക് ആ രൂപത്തിൽ അവർ സാധുക്കളായി കഴിയുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും 460ഓളം അപേക്ഷകൾ വന്നതിലാണ് 150ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകിയത്. ഇനിയും അപേക്ഷകൾ ഒരുപാട് ബാക്കിയാണ്. 313 വീടെങ്കിലും നിർമ്മിക്കണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് വയനാടിൽ